ഇന്ന് നമ്മൾ ദ ട്രാഷ് ഓഫ് ദ കൗൺസ് ഫാമിലി എന്ന് പറയുന്ന മനുവയുടെ ചാപ്റ്റർ 1 സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. ദ ബർത്ത് ഓഫ് എ ഹീറോ എന്ന് പറയുന്ന നോവലിനെ പറ്റിയാണ് കേട്ടോ ആദ്യം പറയുന്നത്. ആ നോവലിൽ വേറൊരു ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്ത ഒരു ബോയുടെ കഥയാണുള്ളത്. ഒരു കോണ്ടിനെന്റ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹീറോസും തമ്മിൽ നടന്ന അടിയും സംഘർഷവും എല്ലാം ഈ നോവലിലുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറായ ചോയ്ഹാൻ ഈ ഡാർക്ക് ഫോറസ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഹാരിസ് എന്ന് പറയുന്ന ടൗണിലെത്തിപ്പെടും. അവിടെ ആദ്യമായിട്ടാണ് അവൻ സാധാരണ മനുഷ്യരെ കാണുന്നതും അങ്ങനെ അവനക്ക് കുറേ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ അവിടെ ഉണ്ടാവും. ഒരു ദിവസം അവനിങ്ങനെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മരിച്ചടക്കുക. ഒരു മിസ്റ്റീരിയസ് ഗ്രൂപ്പ് വന്ന് ഇവരെല്ലാവരും കൊന്ന് ആ ടൗൺ അങ്ങ് കത്തിച്ചു. ചോയ്ഹാനെ പറ്റി പറയുകയാണെങ്കിൽ അവനക്ക് ഒത്തിരി പവേഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും അവൻ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ആരും ഇങ്ങനെ കൊന്നിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവൻ സ്നേഹിച്ച് എല്ലാവരും ഇങ്ങനെ മരിച്ചു കിടക്കണം കാണുമ്പോൾ അവനക്ക് ഭയങ്കര ദേഷ്യം വരും. ഇത് ചെയ്തവരെല്ലാവരും കൊല്ലണം എന്ന് അവൻ തീരുമാനിക്കുക. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനൊരു കൊലപാതകം ചെയ്തു. ആ മിസ്റ്റീരിയസ് ഗ്രൂപ്പിലെ ഒരാളെ പോലും ബാക്കി വെക്കാതെ എല്ലാവരെയും കൊന്നു നശിപ്പിച്ചു. പക്ഷേ ഈ ഗ്രൂപ്പിനെ അയച്ച മെയിൻ ആൾക്കാരെ ഇവനക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവനക്ക് ഭയങ്കര നിരാശയാവും. അവൻ്റെ നാട്ടിലാ മരിച്ച് എല്ലാവരെയും അടക്കമൊക്കെ ചെയ്തിട്ട് അവൻ ഈ ഗ്രൂപ്പിൻ്റെ പുറകിലുള്ള മെയിൻ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ഹാരിസ് വിട്ട് അവൻ വേറെ വേറെ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ വെസ്റ്റേൺ സിറ്റിയിൽ എത്തിപ്പെടും. അവിടെ ഹെനിറ്റ്യൂസ് എന്ന് പറയുന്ന ഒരു കൗണ്ടിൻ്റെ ഫാമിലി ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടിയിൽ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ ഈ വെസ്റ്റേൺ സിറ്റിനെ വിളിക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ ഹെനിറ്റ്യൂസ് ഫാമിലിയെ ട്രാഷ് എന്ന വിളിപ്പേരുള്ള കെയിലിനെ ചോയ്ഹാൻ കാണുന്നതും അവിടെ കിടന്ന വിഷയം ഉണ്ടാക്കിയതിന് കെയിലിനെ ചോയ്ഹാൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടിയും കിട്ടും. ഇതൊക്കെയാണ് നോവലിലെ സംഭവങ്ങൾ. ഇനി നമുക്ക് പ്രസന്റിലേക്ക് വരാം. നമ്മുടെ നായകനായ കിം റോക്സോ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുക. അവനൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിപ്പോൾ കെയിൽ ഹെനിറ്റ്യൂസിൻ്റെ ബോഡിയിലാണുള്ളത്. കിം റോക്സോ ആണെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ബർത്ത് ഓഫ് എ ഹീറോ എന്ന് പറഞ്ഞ നോവലൊക്കെ വായിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവനൊന്ന് മയങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അവൻ കെയിൽ ഹെനിറ്റ്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. അവൻ കണ്ണാടിയിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കെയിൽ ഹെനിറ്റ്യൂസിൻ്റെ ബോഡി പ്രോസസ് ചെയ്തു, ഞാൻ കെയിൽ തന്നെ ആയോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഈ നോവൽ സീരീസിൻ്റെ ഫസ്റ്റ് ബുക്കിൽ ചോയ്ഹാൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുന്ന ഒരു മൈനർ വില്ലൻ മാത്രമായിരുന്നു കെയിൽ. നായകനാണെങ്കിൽ ആക്ച്വലി കുളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവനിങ്ങനെ ആലോചിക്കുക, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ റിഗ്രറ്റ് ഒന്നുമില്ല. കിം റോക്സോ ആയിരുന്നപ്പോൾ അവനക്ക് ആരും ഇല്ലായിരുന്നു. പൈസ ഇല്ല, ഫാമിലി ഇല്ല, സ്നേഹിക്കാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് ആ ലൈഫിൽ റിഗ്രറ്റ് ഒന്നുമില്ല. എത്ര കഷ്ടമാണെങ്കിലും അവൻ മരിക്കില്ല, എങ്ങനെയെങ്കിലും അത് ജീവിച്ച് പോയാൽ മാത്രം മതി. കിം റോക്സോ ആയിട്ട് അവൻ ജീവിച്ചത് തന്നെ അവന് മരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ എന്തെങ്കിലും സ്കാറൊക്കെ ഉണ്ടോ എന്ന്. സ്കാറില്ല. അതിൻ്റെ അർത്ഥം ചോയ്ഹാനെ ഇതുവരെ കെയിൽ മീറ്റ് ചെയ്തിട്ടില്ല. കെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കെയിലും ചോയ്ഹാനും മീറ്റ് ചെയ്യുന്നത് ഒരു ബാറിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് കുടിച്ച വൈൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കെയിൽ വലിയ വിഷയം ഉണ്ടാക്കി. അങ്ങനെയാണ് ഇടി കിട്ടുന്നത് ചോയ്ഹാൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കെയിലിന് എന്താ സംഭവിച്ചതെന്നൊന്നും നോവലിലൊന്നുമില്ല. ചോയ്ഹാൻ്റെ കാര്യത്തിൽ പിന്നെ ചോയ്ഹാന് കുറേ ചലഞ്ചസ് വരും. അവൻ അതിനെല്ലാം ഓവർകം ചെയ്യും. അങ്ങനെ ഒരു ടിപ്പിക്കൽ ഹീറോ സ്റ്റോറിയാണ് ബാക്കിയതിൽ. അങ്ങനെ കിം റോക്സോ ഇപ്പോൾ കെയിൽ ഹെനിറ്റ്യൂസ് ആയ സ്ഥിതിക്ക് ഇനി അവൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഇടിയൊന്നും കിട്ടാതെ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിച്ച് പോകണം. പിന്നെ അവനിങ്ങനെ ആലോചിക്കുക, ഈ അടി കിട്ടണ ഭാഗം വേണമെങ്കിൽ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത്. എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ടൊന്ന് ജീവിച്ചാൽ മാത്രം മതി. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുക, എന്തായാലും സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ലൈഫ് സെറ്റാക്കാം. കെയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ബട്ട്ലർ റോൺ വന്നിട്ട് ചോദിക്കും, സാർ കുളിച്ചു കഴിഞ്ഞോ? അപ്പോൾ അവൻ പറയും, ഞാനിപ്പോൾ തന്നെ ഇറങ്ങുക. റോൺ ആക്ച്വലി ഇവന് വേണ്ടിയിട്ട് വെള്ളമായിട്ട് വന്നതായിരുന്നു. റോണിനെ പറ്റി പറയുകയാണെങ്കിൽ റോൺ ഈസ്റ്റ് കോണ്ടിനെൻറ്റിൽ നിന്ന് വന്ന ഒരു അസാസിനായിരുന്നു. അപ്പോൾ കെയിൽ വിചാരിക്കുക, കാര്യം റോൺ ഭയങ്കര കൈൻഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ തലയ്ക്കത്തോടെ എന്താ പോകുന്നതെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. ഇവനെ ഞാൻ ആദ്യം ചോയ്ഹാന് പിടിച്ചു കൊടുക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവൻ റോണിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെ അസാസിനാണ്. ഇങ്ങനെ കുറേ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എങ്ങനെയെങ്കിലും എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ വേണം. നോവൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കോണ്ടിനെൻറ്റിൽ ഉടനെ തന്നെ ഒരു വാർ ഉണ്ടാവും. സോ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു പ്ലാൻ പ്രിപ്പയർ ആക്കണം. ഞാനൊത്തിരി സ്ട്രോങ് ആയാലും വിഷയമാണ്. പെട്ടെന്ന് വേറൊരു സെർവൻ്റ് വന്നിട്ട് പറയും, സാർ ഞാൻ നിങ്ങളുടെ ക്ലോത്ത്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും, എനിക്ക് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് മതി. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അത് കിട്ടിയുമ്പോൾ അവൻ തന്നെ ആലോചിക്കാം, ഓ സെറ്റ് ബോഡി കാണാൻ നല്ല രസമുണ്ട്, ഒരു മോഡലിൻ്റെ ഒക്കെ ലുക്ക്. എന്നിട്ട് റോൺ അവനെയും വിളിച്ചിട്ട് പോവുകയാണ്. പോണ വഴിക്ക് അവിടുത്തെ വേലക്കാരികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഗുഡ് മോർണിംഗ് പറയാം. അവർക്ക് ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ കെയിൽ വിചാരിക്കും, ഇവൻ ഇത്രയ്ക്കൊക്കെ വിഷയക്കാരനായിരുന്നു. അവനൊരു ട്രാഷ് ആണെന്നറിയാം, പക്ഷെ അങ്ങനെ ആൾക്കാരെ ഹേർട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. കുടിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയോ സാധനം പൊട്ടിക്കും, അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് പോവാണ്. പിന്നെ ഒരു തരത്തിൽ നന്നായി, എനിക്ക് എന്തായാലും ഒറ്റക്ക് നടക്കാനാണ് താല്പര്യം. എന്നിട്ട് റോൺ ആണെങ്കിൽ ഇവന് ഡോറൊക്കെ തുറന്നു കൊടുത്ത് ഡൈനിങ് റൂമിലേക്ക് വിടുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇരിപ്പുണ്ട്. അവൻ്റെ അച്ഛൻ്റെ പേര് ഡെറൂത്ത്, സ്റ്റെപ്പ് മദറിൻ്റെ പേര് വയലൻ, സ്റ്റെപ്പ് ബ്രദറിൻ്റെ പേര് ബാസൻ, പിന്നെ സ്റ്റെപ്പ് സിസ്റ്ററിൻ്റെ പേര് ലില്ലി. അപ്പോൾ അച്ഛൻ പറയും, ഓ നീ ഇന്നും ലേറ്റ് ആണല്ലോ, എന്തായാലും ഇരിക്കേ. അവൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പവറോ അതോറിറ്റി ഒന്നുമില്ല, പക്ഷേ അയാൾക്ക് നല്ല പൈസ ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് മദറും അവരുടെ പിള്ളേരും അങ്ങനെ കാര്യമായിട്ട് ഇവനെ മൈൻഡാക്കാറില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ പ്ലേസ് ഇത് തന്നെയാണ്. അവൻ നോക്കുമ്പോൾ എല്ലാവരും ഇവനിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. അതവൻ അത്രയും പിടിക്കില്ല. അതുകൊണ്ട് അവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവർ പറയും, ഇല്ലാന്ന്. അപ്പോൾ അവൻ വിചാരിക്കും, എന്നെ കണ്ടിട്ട് അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയതായിരിക്കും, പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോവാം. അവൻ ആ ഫുഡ് കഴിക്കുമ്പോൾ അവനക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് സ്മൈൽ ചെയ്യും. ഇവനിങ്ങനെ സ്മൈൽ ചെയ്യണത് ഈ ബാസൻ കാണും. അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോകും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ സ്പൂൺ അങ്ങ് നിലത്ത് വീഴും. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ ബാസൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ പിന്നെ അതൊന്നും മൈൻഡാക്കില്ല, അവൻ ഫുഡ് കഴിക്കില്ല, എന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ഫുഡ് കഴിക്കാനായിട്ട് അവൻ്റെ അച്ഛൻ അവനെ വിളിക്കും, കെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയും, ഫുഡ് നല്ല ഡെലീഷ്യസ് ആണെന്ന് പറയും. അച്ഛനിങ്ങനെ അറിയാണ്ട് പറയും, ആ ഫുഡ് ഗാർബേജ് പോലെ ഇല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഡെലീഷ്യസ് എന്ന് കേൾക്കുമ്പോൾ അവനിങ്ങനെ ഞെട്ടും.
അവനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, കാരണം ശരിക്കുള്ള കെയിൽ ഒരിക്കലും ഇങ്ങനെ ഡെലീഷ്യസ് ആണെന്നൊന്നും പറയാറില്ല. എന്നിട്ട് അവൻ മോനോട് പറയും, നീ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കേ. എന്നിട്ട് അവൻ പറയും, അച്ഛനും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും, ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്തായാലും ബാസനായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, കാരണം അവനും വലിയ റിച്ച് ആവും. പോരാത്തതിനെ എസ്റ്റേറ്റ് ഒറ്റയ്ക്ക് നോക്കുന്നതിനേക്കാളും ഭേദം രണ്ടുപേരുള്ളതാണല്ലോ. അതൊന്നും വർക്കായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറേ പൈസ റെഡിയാക്കിയിട്ട് ഇവിടെ ബാറ് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അങ്ങനെയൊക്കെ വിചാരിച്ച് അവൻ അവസാനം ഫുഡൊക്കെ കഴിച്ച് തീരുക. അപ്പോൾ അച്ഛനാണെങ്കിൽ അടുത്ത് വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പോൾ അവനിങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, എനിക്ക് കുറേ പൈസ ആണെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയാം, ഓക്കെ പൈസ തരാം. എന്നിട്ട് അവന് പൈസ കൊടുക്കും. അവനിത് നോക്കുമ്പോൾ അവനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവൻ ഇത്രയും പൈസ കിട്ടുമെന്ന് അവൻ വിചാരിച്ചേ ഇല്ല. അപ്പോൾ അവന് മനസ്സിലാവും ഈ ഫാമിലി ചില്ലറ റിച്ച് ഒന്നല്ല, വളരെ 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 റിച്ചാണ്. എന്നിട്ട് കെയിലാണെങ്കിൽ റോണിനോട് ചോദിക്കും, ഇന്നത്തെ ഡേറ്റ് എത്രയാ? അപ്പോൾ റോൺ പറയും, ഫെലിക്സിൻ കലണ്ടർ പ്രകാരം 781 ഇയറും മാർച്ച് 29 തീയതിയുമാണ്. അപ്പോൾ അവൻ ആലോചിക്കും, മാർച്ച് 29 എത്രയും പെട്ടെന്ന് പ്ലാൻസ് ഒക്കെ പെട്ടെന്ന് ആക്കണം, ചോയ്ഹാൻ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 2 സ്റ്റോറി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും.